ഇന്ന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ മിക്ക പറഞ്ഞു ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാമെന്ന്. എങ്കിൽ ഓക്കെ നമുക്ക് ഉണ്ടാക്കാം എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ നമുക്ക് ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കിയാലോ ഗൈസ്? ചിക്കൻ ലിവർ ഫ്രൈക്ക് എന്തൊക്കെ വേണം നമുക്ക് നോക്കിയാലോ. നമുക്കിവിടെ വേണ്ട സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സമയം കളയേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചിക്കൻ ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ഉരുളി എടുത്ത് വെക്കുന്നുണ്ട്. ഉരുളി വെച്ചതിന് ശേഷം ഉരുളി നല്ല രീതിയിലൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഉരുളിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉലുവ കേട്ടോ. അങ്ങനെ നമുക്കിതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉലുവയും മസാല എല്ലാം കൂടെ പൊട്ടട്ടെ. അതെല്ലാം പൊട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വരട്ടിയെടുക്കണേ. അങ്ങനെ ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ല വഴറ്റി നല്ല ബ്രൗൺ കളറാവണം. ഈ ഒരു കളറൊന്നും പോരാ കേട്ടോ, നല്ലൊരു ബ്രൗൺ കളർ വരണം കേട്ടോ. അപ്പം നമ്മൾ വഴറ്റി ഇതാണ്ട് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറും പോരാ, ഇനിയും കളർ ചേഞ്ച് ആവണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റ് ആവുന്നത്. അങ്ങനെ ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഈ ഒരു പരുവ് എത്തുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി കേട്ടോ. അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടി ഐറ്റംസ് ഒക്കെ കരിഞ്ഞു കൂട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇത് നല്ല എന്താ പറയുന്നത്, നല്ല കുഴമ്പ് വരുത്തി വരണം. അപ്പോൾ നല്ല ആ ഒരു ചിക്കൻ ലിവറിലേക്കൊക്കെ ആ ഒരു ഗ്രേവിയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പരുവ് എത്തുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചിക്കൻ ലിവർ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ചിക്കൻ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ ലിവറൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഈ ലിവറിനകത്ത് ഈ ഗ്രേവിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മുടെ ചിക്കൻ ലിവറിന് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ലിവർ ആയിട്ട് പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കണം. നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇരിക്കെ കുറച്ചും കൂടെ ഡാർക്ക് ആവും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. ഈ കാണുന്നത് പോലെ തന്നെയാണ്, നല്ല ടേസ്റ്റാണ്. ഇത് എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയണം കേട്ടോ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നല്ല അടിപൊളിയാണ്. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. ചിക്കൻ ലിവർ കഴിക്കുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇത് കാണുന്നത് പോലെ തന്നെയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഗൈസ് കൊതി വരുന്നു ഗൈസ്, സത്യമായിട്ട് കൊതി വരുന്നു ഗൈസ്. സൂപ്പർ ടേസ്റ്റാണ്. ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, മറക്കരുതേ. അപ്പം ചിക്കൻ ലിവർ കഴിക്കുന്ന എല്ലാവരും ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ദോശയുടെയും ഒക്കെ സൂപ്പറാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.